ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് ഒന്നിലധികം സർട്ടിഫിക്കേഷനുകൾ ആവശ്യമില്ലെന്ന ഉത്തരവിറക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇവയ്ക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷനുകൾ മാത്രമേ ആവശ്യമുള്ളൂവെന്നും സർക്കാർ വ്യക്തമാക്കി. പുതിയ ഭേദഗതികൾ നടപ്പിലായാൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, AG മാർക്ക് എന്നിവയിൽ നിന്നുള്ള സർട്ടിഫിക്കേഷനുകളും ആവശ്യമായി വരില്ല. ഭക്ഷ്യസുരക്ഷയും ചട്ടങ്ങളും കാര്യക്ഷമമാക്കുന്നതിനുള്ള വിവിധ ഭേദഗതികൾക്ക് അംഗീകാരം നൽകിയതായി ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ 43ാമത് യോഗത്തിലായിരുന്നു ഈ തീരുമാനം. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അപൂർവ ചന്ദ്രയുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. ഒരു രാജ്യം ഒരേ സാധനങ്ങൾ ഒരു റെഗുലേറ്റർ എന്ന നയം സ്വീകരിക്കുന്നതിലൂടെ ബിസിനസ് എളുപ്പമാക്കാൻ ഈ നീക്കം സഹായിക്കും. ഭക്ഷ്യസുരക്ഷാ സർട്ടിഫിക്കേഷനുള്ള മാനദണ്ഡം എന്നിവ സംബന്ധിച്ച വിവിധ ഭേദഗതികൾക്ക് യോഗത്തിൽ അംഗീകാരം ലഭിച്ചുവെന്നും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രസ്താവനയിൽ അറിയിച്ചു. ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് FSSAI സർട്ടിഫിക്കേഷൻ മാത്രം നിർബന്ധമാക്കുന്നതോടെ ഇതിനായി ഇനി വിവിധ റെഗുലേറ്റർമാരെ സമീപിക്കേണ്ടതില്ല. ഹണി വൈനുള്ള മീറ്റ് റെഗുലേഷൻ, ആൽക്കഹോളിക് റെഡി ടു ഡ്രിങ്ക് പാനീയങ്ങൾക്കുള്ള പ്രത്യേക റെഗുലേഷൻ, പാലുൽപ്പന്നങ്ങൾക്കുള്ള പ്രത്യേക റെഗുലേഷൻ, ഇറച്ചിയിൽ നിന്നുണ്ടാക്കുന്ന വിഭവമായ ഹലീമിന് വേണ്ടിയുള്ള പ്രത്യേക റെഗുലേഷൻ എന്നിവയൊന്നും ഇനി ആവശ്യമായി വരില്ല. ഇതിനു മുൻപ് രാജ്യത്ത് വിൽക്കുന്ന ഉൽപ്പന്നങ്ങളിൽ അവ നിർമ്മിച്ച തീയതിയും യൂണിറ്റിന്റെ വിൽപ്പന വിലയും അച്ചടിക്കുന്നത് നിർബന്ധമാക്കി കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു. ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി രോഹിത് കുമാർ സിംഗ് അറിയിച്ചിരുന്നതാണ്. മുൻ ചട്ടപ്രകാരം ഉൽപ്പന്നങ്ങളിൽ നിർമ്മിച്ച തീയതിയോ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്ത തീയതിയോ കമ്പനികളുടെ ഇഷ്ടാനുസരണം അച്ചടിക്കാനുള്ള അവസരം നൽകിയിരുന്നു. എന്നാൽ പുതിയ ഈ ഉത്തരവിലൂടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച തീയതിയും ഒരു യൂണിറ്റിന്റെ വിൽപ്പന വിലയും കമ്പനികൾ നിർബന്ധമായും അച്ചടിച്ചിരിക്കണം. ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് പലപ്പോഴും പല അളവുകളിലായിരിക്കും. അതുകൊണ്ട് ഒരു ഉൽപ്പന്ന യൂണിറ്റിന്റെ വില എത്ര എന്നുള്ളത് ഉപഭോക്താവിന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയണം. ഒരു യൂണിറ്റ് ഉൽപ്പന്നത്തിന്റെ വില അച്ചടിക്കുന്നതിലൂടെ ഇത് സാധ്യമാകും. പുതിയ നിർദ്ദേശത്തിലൂടെ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച തീയതിയും അതിന്റെ ഒരു യൂണിറ്റിന്റെ വിൽപ്പന വിലയും ഉപഭോക്താക്കൾക്ക് അറിയാനും കഴിയും. ഉദാഹരണമായി 2.5 കിലോഗ്രാം ഗോതമ്പ് മാവിന്റെ ഒരു പാക്കേജിൽ അതിന്റെ യൂണിറ്റ് വിലയും, അതായത് 1 കിലോയുടെ വിലയും മാക്സിമം റീറ്റെയിൽ വിലയും നൽകണം. കൂടാതെ 1 കിലോഗ്രാമിൽ താഴെയുള്ള ഉൽപ്പന്നങ്ങളുടെ പാക്കേജുകളിൽ MRPയോടൊപ്പം 1 ഗ്രാമിന്റെ വിലയും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും.